ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് തന്നെ ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രോയിങ് എനിക്ക് വിചാരിച്ചത്ര ഒരു നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ കിട്ടിയേക്കുന്ന ഒരു ഇമേജ് അത്ര ക്ലാരിറ്റി ഉള്ള ഇമേജ് ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫേസിലെ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട്, അതായത് നമ്മൾ സൂം ചെയ്ത് നോക്കിയിട്ടാണല്ലോ ഡ്രോയിങ് നമ്മൾ ഷെയ്ഡിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഫോട്ടോ സൂം ചെയ്ത് നോക്കിയ സമയത്ത് അതിൽ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കണ്ണ് വരയ്ക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാൻ കണ്ണ് വരച്ചതൊന്നും ശരിയായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ കാര്യം ആ ഫോട്ടോയിൽ നമുക്ക് നോക്കുമ്പോൾ മറ്റൊന്നോട്ട് നോക്കുമ്പം നല്ല രീതിക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നത് പോലും അത് നമുക്ക് ആ ഒരു കണ്ണിനെ കൃഷ്ണമണിയുടെ ആ ഭാഗങ്ങളൊക്കെ തൊട്ട് മുകളിൽ വരുന്ന ഷെയ്ഡിങ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതിൻ്റെ കുറേ കുറവുകളും മിസ്റ്റേക്കുകളൊക്കെ ഈ ഡ്രോയിങ്ങിൽ കാണും. എങ്കിലും എൻ്റെ മാക്സിമം ഞാൻ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സമയത്തിന് ഒത്തിരി പ്രശ്നമുണ്ട്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓരോ ഡ്രോയിങ് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളൊരു സ്പീഡിലും കൂടെ എനിക്ക് നല്ല രീതിക്ക് ചെയ്യാനുള്ള സമയവും കിട്ടുന്നില്ല. അതും മെയിനൊരു പ്രശ്നമാണ്. പിന്നെ ഈ പറഞ്ഞാൽ നമുക്ക് വേറെയും ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും ഒരു സമയം നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും അതിനിടയ്ക്ക് നമുക്ക് 2-3 ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കൊടുക്കണം. അങ്ങനെയെല്ലാം കുറേ തിരക്കൊക്കെ ആയിപ്പോയതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ഓരോ ഡ്രോയിങ്ങും ചെയ്ത് തീർക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് ഞാനൊരു 3 പാർട്ടായിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു നമുക്ക് വേറെ ഒരുപാട് ഡ്രോയിങ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഈ ഒരു പാർട്ടിൽ തന്നെ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഈ ഒരു പാർട്ട് കൊണ്ട് തന്നെ നമുക്ക് ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യാം. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഓൾറെഡി സമയത്തിൻ്റെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അതായത് നമുക്ക് വീഡിയോ ഇടാൻ ലേറ്റ് ആകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഉടനെ വരയ്ക്കാത്തതിൻ്റെ കാര്യം അതൊക്കെയാണ്. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇപ്പം നല്ല ലേറ്റ് ആകുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഞാൻ വരച്ചില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ എഴുതണ്ട, അല്ലെങ്കിൽ മറന്നു പോയെന്നൊന്നും കരുതണ്ട. തീർച്ചയായും ഞാൻ ഡ്രോയിങ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോ കാണുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി എനിക്ക് മെസ്സേജായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഡ്രോയിങ് ഓരോരുത്തരും ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രോയിങ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഡ്രോയിങ് പഠിക്കുന്നുണ്ടെങ്കിൽ ഡ്രോയിങ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ ചെയ്യുന്ന വീഡിയോ അപ്പോഴാണ് ശരിക്കും യൂസ് ആയെന്ന് നമ്മളറിയുക. കാരണം നിങ്ങൾക്കത് വരയ്ക്കാൻ പറ്റിയല്ലോ. അപ്പോൾ നിങ്ങളത് എന്നോട് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ആ ഡ്രോയിങ് അയച്ചു തരുന്ന സമയത്താണ് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസായി എന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും നിങ്ങൾ ഡ്രോയിങ് ഒക്കെ ചെയ്ത് എനിക്ക് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് അയച്ചു തരാം കേട്ടോ. പിന്നെ ചിലർ അയക്കുന്ന ഡ്രോയിങ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാകാറുണ്ട്. മിക്കവർക്കും ഔട്ട്ലൈൻ ചെയ്യുന്ന നല്ല രീതിക്ക് അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട് ഇപ്പോഴും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ പാർട്ടായിട്ട് പ്രത്യേകം ചെയ്യുന്നുണ്ട്. ഔട്ട്ലൈൻ പാർട്ടെന്നല്ല, നമ്മൾ ഓരോ പാർട്ടും പ്രത്യേകം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും തീർച്ചയായും ഓരോ വീഡിയോയും കണ്ട് പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് നോക്കി ചെയ്യുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഔട്ട്ലൈൻ എന്നല്ല, നിങ്ങൾക്ക് ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുറച്ചൊക്കെ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് വരുന്നതുകൊണ്ടാണ് ആ ഡ്രോയിങ് നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതായത് ഡ്രോയിങ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കാത്തത് നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുന്ന തെറ്റി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുന്ന കറക്റ്റായിട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഞാൻ ഏത് ഗ്രിഡ് മേക്കർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ചോദിക്കാറുണ്ട്. നമ്മൾ 2 ഗ്രിഡ് മേക്കർ ആപ്ലിക്കേഷൻ കൂടി ചാനൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ആപ്ലിക്കേഷൻ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രണ്ടും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാൻ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല്.